ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കല്ലേ? കണ്ണന് ഇവിടെ ഭയങ്കര ഇടച്ചില്ലാണ്. കണ്ണ് നോക്കിയടാ, ഈ പെണ്ണും മോളിലിരിക്കണേ. ഓ, ഭയങ്കര ഇടച്ചില്ലുകൾക്ക് ശേഷം ഞങ്ങൾ ഇതേ വീഡിയോയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഹായ് ഗൈസ്, കയ്യാനൊക്കെ കുഴപ്പമുണ്ടോ? കണ്ണനോട് കൂട്ടുകാരനെ കിട്ടിയത്, പെണ്ണിനെ കിട്ടിയപ്പോ കണ്ണൻ പ്രശ്നമൊക്കെ നിർത്തി. എടാ കള്ളാ, പെണ്ണുങ്ങള് വേണല്ലോ എപ്പോഴെടുത്ത് കള്ള കണ്ട ഒരു പെണ്ണ് വന്നിരുന്നപ്പോഴേ ചെക്കന്റെ തരാ മാറി, ചെക്കന്റെ കരച്ചിലും നിന്നു. കണ്ണൻ ചേട്ടനെ ഇവിടെ കൊണ്ടുവന്നിരുത്തിയപ്പോഴേ ഭയങ്കര ഇടച്ചിലായിരുന്നു. ഒരു പെണ്ണ്, നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു പെണ്ണ് എടുത്ത് വന്നിരുന്നപ്പോ അവന്റെ കരച്ചാട് മുടി കൊടുക്കണ നോക്കിയ കണ്ണാ. എനിക്ക് മുടിയൊക്കെ ഒന്ന് കെട്ടി ഒതുക്കി കൊടുത്തൂടെ? മുടിയൊക്കെ കെട്ടിയ മുടിയൊക്കെ ആയിരുന്നു കേട്ടോ. അവിടെ ഒരു ചേച്ചി ഉണ്ടേ, ചേച്ചി പണിതതാ അല്ലേ? അപ്പൊ ഇത് നമ്മുടെ കണ്ണൻകുട്ടിക്ക് പീനട്ട് ബോൾ വാങ്ങാൻ വേണ്ടി പീനട്ട് ബോൾ മേടിച്ചതാട്ടോ. അപ്പൊ തെറാപ്പി സെന്ററിലൊക്കെ കണ്ണൻകുട്ടി നല്ല കുട്ടിയായിട്ടൊക്കെ ഇരിക്കാറൊക്കെ ഉണ്ട്. അപ്പൊ വീട്ടിലേക്ക് വാങ്ങാൻ പറഞ്ഞിട്ട് അതിന് വാങ്ങിയത്. പക്ഷെ വാങ്ങിയത് സൈസ് ചെറുതായിപ്പോയി. അതിലങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസ് നോക്കിയിട്ട് ഞാൻ മേടിച്ചത്. പക്ഷെ കൊണ്ടുവന്ന് വെറുപ്പിച്ചപ്പോ ഞങ്ങളുടെ കണ്ണൻ വലിയ കണ്ണനാണേ എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിച്ചില്ല. അപ്പൊ ഞാൻ ക്യാമറ കണ്ടാ പ്രശ്നം ഉണ്ടാവില്ലെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് കേട്ടോ ക്യാമറ ഓൺ ചെയ്ത് വെച്ചത്. ഇന്നിപ്പേ ഞാൻ വർത്താനം പറയാതെ കണ്ണനെ കൊണ്ട് വർത്താനം പറയാൻ സമ്മതിക്കുന്നില്ല. കണ്ണൻ കുറെ നേരം വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക, എന്നെ കൊണ്ട് മിണ്ടാ സമ്മതിക്കുന്നില്ല. ഇന്നത്തെ വീഡിയോ മുഴുവൻ കണ്ണന്റെ വർത്താനായിരിക്കും അല്ല കണ്ണൻ എന്തെന്നിരിക്കുമ്പോ നല്ല കുട്ടിയായിട്ടിരിക്കുന്നില്ലേ? അങ്ങോട്ട് നോക്കിയടാ, ക്യാമറയ്ക്ക് നോക്കിയടാ, ക്യാമറയിലേക്ക് നോക്ക്. ഓ, പെണ്ണിനെ മാറ്റിയനാ. എന്നാ പെണ്ണ് വിട്ടിരുന്നോട്ടെ, പെണ്ണിനെ മടിയിലേക്ക് എടുത്താം. പാടി ഉറക്കി കുറെ അടവുകള് ചെയ്തിട്ട് വേണം കേട്ടോ അതും ഇരുത്താനായിട്ട്. ഞങ്ങൾക്ക് ഗൈറ്റർ ഇടുന്നത്, അതുപോലെ കാലകത്തി ഞങ്ങൾ ഇങ്ങനെ ബോളിലിരിക്കുന്നത് ഒന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ ക്യാമറ കണ്ടാലേ ചിലപ്പോൾ വലിയ വിഷയം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ക്യാമറ ഓൺ ആക്കി വെച്ചത്. പിന്നെ കണ്ണന്റെ ആക്ടിവിറ്റീസ് ഒക്കെ കാണാനാണല്ലോ നിങ്ങൾക്കും ഇഷ്ടം. ഇതൊക്കെയാണ് കണ്ണന്റെ ആക്ടിവിറ്റീസിലെ കണ്ണനെ ഇപ്പൊ കണ്ടില്ലേ? ഇപ്പൊ കുറച്ച് നേരം ആ സ്റ്റാർട്ടിങ്ങിൽ ഒരടച്ചിലുണ്ടായിരുന്നെങ്കിലും ഇപ്പൊ കാല് കാണിച്ചു തരാൻ പറ്റില്ല കേട്ടോ. ക്യാമറ ഞാനവിടെ ട്രൈപോഡിൽ വെച്ചേക്കാം, എന്നാലും നിങ്ങൾക്ക് കാണുന്നുണ്ടാവാം. ഒരു കുഞ്ഞിക്കാല് ഇവിടെ, ഒരു കുഞ്ഞിക്കാല് ഇവിടെ. അപ്പൊ രണ്ട് കാലും അകത്തി ഇരുത്താൻ പറ്റുന്നുണ്ട്. പിന്നെ ഇങ്ങനെ 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 ഞങ്ങൾ ഇങ്ങനെ തുള്ളി കളിക്കും. ചേച്ചി ഒന്ന് നീങ്ങുവോ? കണ്ണൻ ചേട്ടനും കൂടെ മറച്ചിടുവോ? കണ്ണൻ ചേട്ടൻ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഇരിക്കുന്നുണ്ട് കേട്ടാ. മോൻ വീഴും അവിടെ ഇത്തിരി സ്ഥലമുള്ളൂ. ഇവിടെ ഇരിക്കും. കണ്ണൻ ചേട്ടൻ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുത്താൽ മതിയേ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ തന്നെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നു. ബോളും അമ്മയൊന്നും പിടിക്കാണ്ടൊക്കെ ഞങ്ങൾ ഇരിക്കുകയൊക്കെ ചെയ്യും. ഞങ്ങൾ നല്ല കുട്ടിയാ. ആകെ തളർന്നു കേട്ടോ ദേഷ്യം വന്നിട്ട്. ഹലോ, തന്നെ ഇരിക്കടാ. അമ്മ ഇങ്ങനെ ആക്കട്ടെ നടുവിന് എക്സസൈസ്. അവന് മറ്റേ ഫിസിയോ ബോൾ ഉണ്ട് കേട്ടോ, മുകളിലുണ്ട്. കല്ലു അമ്മ കണ്ണൻ ചേട്ടന് ചെയ്യട്ടെ. അവന് മോനാട് അടങ്ങിയിരുന്നേ. ഇവന് എപ്പോഴടയാന്ന് പറയാൻ പറ്റില്ല. മോളെ കിട്ടണ കുറച്ചേരം ഇരുത്തട്ടെ. അപ്പൊ കണ്ണൻ കുട്ടി നല്ല കുട്ടിയായിട്ടിരിക്കുന്നു. വേണ്ട, അയ്യോ എന്തായിരുന്നു ഇവിടെ ബഹളം എന്നറിയോ? അതെ, എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഇപ്പൊ കാല് അങ്ങനെ രാത്രിയൊക്കെ കിടക്കുമ്പോഴേ നമ്മ അഡാപ്റ്ററൊക്കെ ഇടയ്ക്കൊക്കെ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. അവന്റെ ദേഷ്യമാണ്, ഭയങ്കര ദേഷ്യമാണ്. അഡാപ്റ്റർ യൂസ് ചെയ്യുന്ന ദിവസം കുഴപ്പമില്ല, അല്ലാത്ത ദിവസമൊക്കെ എണീക്കുമ്പോ കാലൊക്കെ അങ്ങോട്ട് വളച്ചു കൂട്ടി നെഞ്ചത്തൊക്കെ കൊണ്ടുവന്ന് വെക്കും. പിന്നെ കണ്ണന്റെ കുറ്റം പറയണെന്ന് എന്നോട് എന്നെ നോക്കണ്. വീഡിയോ ഓൺ ചെയ്തിരുന്നിട്ട് എന്റെ കുറ്റങ്ങൾ പറയാണല്ലേ. അപ്പൊ കാലൊക്കെ അങ്ങോട്ടേ വളച്ചു കൂട്ടി വെക്കും. പിന്നെ അത് ഞാൻ നിവർത്തിയെടുക്കണമെങ്കിൽ കുറേ നേരം ഇങ്ങനെ പതുക്കെ എക്സസൈസ് ചെയ്ത് എനിക്ക് നിവർത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിപ്പോ വളച്ചു കൂട്ടി വെച്ചേക്കായിരുന്നു കാല്. അപ്പൊ അത് ഇങ്ങോട്ടേക്ക് അകത്തി എടുക്കണമെങ്കിൽ അത് കുറച്ച്. ഞാനപ്പോ ഈ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ പീനട്ട് ബോളിൽ ഇതുവരെ കണ്ണന് ചെയ്തിട്ടില്ല. നമ്മൾ ഇതുവരെ കൊണ്ടുപോയ തെറാപ്പി സെന്ററുകളിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ കണ്ണൻ അങ്ങനെ ഇരുത്താനുള്ള എക്സസൈസുകൾ നമ്മൾ അധികം ചെയ്തിട്ടില്ല, തെറാപ്പി സെന്ററിൽ കൊണ്ടുപോയിട്ട് ചെയ്തില്ല. കാരണം അവന്റെ ബോഡിയുടെ ആ ഒരു ടൈറ്റ്നെസ് കുറയ്ക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് എല്ലാവരുടെയും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് നമ്മളിപ്പോൾ പോകുന്ന സെന്ററിൽ പീനട്ട് ബോളൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയത്. ഫിസിയോ ബോളിൽ ചെയ്യാറുണ്ട്, കമഴ്ത്തി കെടുത്താനും അങ്ങനെ തണ്ടലിനും നടുവിനും പിന്നെ തല പോക്കാനും ഒക്കെ ആയിട്ടൊക്കെയുള്ള എക്സസൈസുകൾ ഫിസിയോ ബോളിൽ ചെയ്യാറുണ്ട്. പക്ഷെ പീനട്ട് ബോളിൽ ഇതുവരെ ചെയ്തില്ല. അപ്പൊ പീനട്ട് ബോൾ എന്നെ മേടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പൊ മേടിച്ചത്. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല കേട്ടോ അവൻ സമ്മതിക്കുന്നു. പക്ഷെ
ദേഷ്യമാണ്, ഭയങ്കര ദേഷ്യമാണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മളങ്ങനെ ദേഷ്യാന്ന് വെച്ചിട്ട് ഇപ്പൊ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ കുറേ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞതാണ്. കാരണം കരയുന്നത് ആർക്കും അങ്ങനെ ഇഷ്ടമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറേ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞതാ. ഭയങ്കര ഇടച്ചിലും ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ കണ്ടില്ലേ, കുറച്ചു നേരം ഇരുന്നപ്പോ ആളൊക്കെ ആയി. അപ്പൊ ഇത് നമ്മ നടു പൊസിഷൻ ഒക്കെ ആവാനും പിന്നെ കാല് അകന്നിരിക്കാനും ഒക്കെയാണ് ഈ ബോൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എനിക്കിതിനെ പറ്റി അങ്ങനെ ആധികാരികമായിട്ടൊന്നും പറയാനൊന്നും അറിയില്ല. ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്. അല്ലാതെ വളരെ ആധികാരികമായിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കാനോ പറയാനോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവൻ്റെ കാല് അകന്ന് കിട്ടുന്നുണ്ട്, നടുവ് നിവർന്ന് കിട്ടുന്നുണ്ട്. ഞാനിങ്ങനെ ബാക്കിലും കൂടെ സപ്പോർട്ട് കൊടുക്കുമ്പോൾ നിവർന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് കാലിങ്ങനെ ഇതായിട്ട് ടൈറ്റായിട്ടിരിക്കുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടില്ലേ, ഒരുപാട് ദേഷ്യത്തിലാണ് അവൻ. പക്ഷെ കുറച്ച് നേരമായപ്പോഴേക്കും ഒക്കെ ആയിട്ടുണ്ട്. എന്താണ് ആനയാ കണ്ണൻ? ആനയത് അമ്മീ ചോന്ന ആനപ്പുറത്താണല്ലോ കണ്ണൻ പോകുന്നേ, ചുമന്ന ആനപ്പുറത്താണല്ലോ പോകുന്നേ. ആരിരുന്നേ? ജില്ലം 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 വെപ്പര ജില്ലം, കാലിവിടെ വെക്കട. തല പൊക്കിയേ കല്ലുവാ, ചേട്ടനെ കൊണ്ട് തല പൊക്കിപ്പിച്ചേ. നോക്ക് കണ്ണ, ഈ പെണ്ണ് പറയാനേ, ഈ പെണ്ണിന് നീ കളിപ്പാട്ടം കൊടുക്കുവോന്ന് ചോദിക്കിന്, അതിന് കൊടുക്കുവോന്ന് ചോദിക്കിന്. ആ അമ്മ പറഞ്ഞേ കണ്ണനോട് ചോദിക്കേ, കണ്ണൻ നോക്കിയിട്ട് പറഞ്ഞേ, കണ്ണ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ കൊടുക്കണോന്ന്. നോക്കിയേ കണ്ണ, ആ പെണ്ണിനെ എടുത്തിട്ട് പോയി നോക്ക്. ആ പെണ്ണേ, ഈ പെണ്ണുണ്ടേ, ഈ പെണ്ണി കിളിക്കൊക്കെ എടുത്തിട്ട് പോണു. നോക്കിയേ, നോക്കിയിട്ട് മോ പറഞ്ഞു എന്തിട്ട് ചെയ്യണ്ടേ നമുക്ക്? എന്തിട്ട് ചെയ്യണ്ടേ നമുക്ക്? കൊടുക്കണോ? പെണ്ണിന്റെ മുടിയൊക്കെ എൻ്റെ മോൻ്റെ മേത്തേക്ക് വരുന്നു. കൊണ്ടാ മുടി കെട്ടി വെക്കാണ്ട്, പിന്നെ മുടിയൊക്കെ കെട്ടി വെക്കാണ്ടല്ലേ? ആ കെട്ടി വെച്ചൂടെ? പെണ്ണിന് മുടി കെട്ടി വെച്ചൂടെ? ഈ കിലുക്കം കൊടുക്കുവോ ചോദിക്കണ്. കണ്ണൻ ചേട്ടൻ്റെ കിലുക്കാ, കണ്ണൻ ചേട്ടൻ കിലുക്കട്ടെ. കണ്ണൻ ചേട്ടൻ കിലുക്കേടാ, കിലുക്കേ, പിടിക്ക്, കിലുക്ക് കിലുക്ക. അതന്നെ നല്ല കുട്ടിയാ കണ്ണേ. ആ അയ്യടാ കടിക്കാൻ നോക്കണ എൻ്റെ മോനെ. അയ്യടാ നീ ആരടാ എൻ്റെ മോനെ കടിക്കാൻ? എൻ്റെ മോനെ കടിക്കാൻ നീ ആരടാ? 1 + 2 അതൊക്കെ പഠിക്കാൻ പോവാ. 1 + 2 = 1 + 2 എത്രയാ? 3. 3 + 2 = 4. 4 അല്ല 5. 2 + 2 = 3. 4. 1 + 1 = 2. കണ്ണൻ്റെ അടുത്തൊക്കെ വർത്താനം പറഞ്ഞിരുന്നു. കണ്ണൻ ആകെ ഇടച്ചില്ലായിട്ടാ. അവൻ ഈ കാല് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് നിൽക്കുന്നത് ഒരു നിലയ്ക്കും കല്ലണം സമ്മതിക്കണില്ല അല്ലേ കല്ലുവാ? അപ്പൊ അതുകൊണ്ട് ഞങ്ങള് കണ്ണന്റെ ഇഷ്ടത്തിന് എല്ലാ കാര്യങ്ങളും ഇട്ടുകൊടുത്തേക്കാണ്. അപ്പൊ കണ്ണൻ ഹാപ്പി. കണ്ണുറക്കം വരുന്നു. കണ്ണിപ്പോ രാത്രിയിലേ ഇന്നലെയൊക്കെ 12 മണിയൊക്കെയല്ലോ ഉറങ്ങാനായിട്ട്. കുറുമ്പ് കാണിച്ചിട്ട് അല്ലേ? അവസാനിപ്പിക്കാം നമുക്കപ്പോ വീഡിയോ. അമ്മ പറഞ്ഞ ആരാ ഫസ്റ്റ് ഉറങ്ങണ അവരുടെ അമ്മക്ക് ഇഷ്ടം. അപ്പൊ ഞാൻ എന്നും കല്യാണം ഉറങ്ങാ, എന്നും നേരം വൈകി ഉറങ്ങണത് ഈ പൂജാരി എന്നിട്ട് നേരത്തെ എണീക്കും ചെയ്യും. വല്ല അമ്പലത്തിൽ വിളക്ക് വെക്കാനോ അല്ലേ? ഈ നമ്പൂതിരി എന്നും വെളുപ്പിന് 4 മണിക്ക് എണീക്കും. അവന് ഉറങ്ങണില്ല, നേരം വൈകല്ല ഉറങ്ങാനായിട്ട്. കുറുമ്പൻ. നിർത്താം, അപ്പൊ നമുക്ക് വീഡിയോ നിർത്താം. അമ്മയ്ക്ക് കുറെ പണിയുണ്ട്. എല്ലാവരോടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു. എനിക്ക് വൈകിട്ടത്തെ കുളിയൊക്കെ കഴിക്കണം. ഞാനപ്പോ ഈ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് പിന്നെ കുറച്ചേരം എക്സസൈസ് ഒക്കെ ചെയ്ത് വരുമ്പോഴേക്കും ഞാൻ ആകെ വയ്യാണ്ടാവേ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് കണ്ണൻ ചേട്ടനെ കുളിപ്പിച്ച് കല്യാണിനൊക്കെ കുളിപ്പിച്ചു. ഇനിയിപ്പോൾ എനിക്കും കൂടെ കുളിച്ചാൽ മതി. കണ്ണൻകുട്ടി എല്ലാം കഴിഞ്ഞത് ഇവിടെ കിടപ്പായി. വയ്യാണ്ടായോ ബോളിൽ കളിച്ചിട്ട്? ബോളിലൊക്കെ കളിക്കുമ്പോൾ പിള്ളേർക്ക് ഇഷ്ടമല്ലാവാ. വയ്യാണ്ടാവാ ചെയ്യാ ആണോ? ഇതെവിടെ രാവിലത്തെ തലയും കുത്തി മറിഞ്ഞ് കിടക്കുന്നു ബോളിൽ കളിച്ച്. കല്ലുവാ ടാറ്റ ബൈ ബൈ പറഞ്ഞേ. Bye bye, see you.